കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരനു നേരെ രോഗിയുടെ അക്രമം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിനാണ് വയോധികന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ ജില്ലാ ആശുപത്രിയിലെ ICUവിൽ വെച്ചായിരുന്നു സംഭവം. ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ വയോധികനാണ് ആക്രമണം നടത്തിയത്. ICUവിൽ ഉണ്ടായിരുന്ന കമ്പി കൊണ്ടാണ് സുരേഷിനെ ആക്രമിച്ചത്. സുരേഷിന്റെ തലയ്ക്ക് പിന്നിൽ പൊട്ടലുണ്ട്, കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ വയോധികന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വയോധികനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ജീവനക്കാരനെ ആക്രമിച്ചതിനെതിരെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണാർത്ഥം നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന്റെ സംരക്ഷണം നേടി വന്ന ഒരു രോഗി അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യവും മർദ്ദനശേഷം അടിയന്തരമായി നമ്മുടെ ജീവനക്കാരൻ പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തെ നമ്മുടെ ജീവനക്കാർ തന്നെ ചേർന്നുകൊണ്ട് ജില്ലയുടെ അഭിമാനമായ NS ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന അത്യാസന്നമായ സാഹചര്യമാണ് സംസ്ഥാനമെമ്പാടും വാർത്തയായി പരക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ജീവൻ വളയം വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായ ആരോഗ്യ പ്രവർത്തകർ ഈ നാടിനെ സംരക്ഷിക്കുന്നത് കരുത്തായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് കാലത്തെ, പ്രളയകാലത്തെ, കോവിഡ് കാലത്തെ മറക്കാൻ ഒരാളെങ്കിലും തീരുമാനിച്ചാൽ, പ്രിയമുള്ളവരെ, നാട് പൊറുക്കുന്ന സംവിധാനമല്ല ആ ഓർമ്മയെന്ന് നമ്മളുടെ കൂട്ടായി പറഞ്ഞു വെക്കുക. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും വിക്ടോറിയ ഹോസ്പിറ്റലിലെയും ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപക്ഷെ സംഘടനാഭേദം തന്നെയാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ദീപ, ജില്ലാ വൈസ് പ്രസിഡന്റ് S ഷാഹിർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G സജികുമാർ, ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്യാം തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.